IFPHന്റെ 1790 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡയറ്റീഷ്യൻ മീര ജോസഫ് ആണ്. BSc ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ SNDT യൂണിവേഴ്സിറ്റി മുംബൈ, സ്പോർട്സ് സ്പെസിഫിക് ന്യൂട്രീഷൻ മാനേജ്മെന്റ് ASNFS India, ലൈഫ് മെമ്പർ ഓഫ് IAPN, അസോസിയേറ്റ് മെമ്പർ ഓഫ് WIN വുമൺ ഇൻ നെഫ്രോളജി ഇന്ത്യ, MBA NMI MS മുംബൈ, ലൈഫ് ലേണർ. വിവിധ ആശുപത്രികളിൽ സേവനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ കൺസൾട്ടേഷനുകൾ തുടരുന്നു. ഓൺലൈൻ വഴി ധാരാളം ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിട്ടുള്ള വ്യക്തിത്വം. 10 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ചെറിയ അക്ഷരങ്ങൾ പറയുന്ന വലിയ കാര്യങ്ങൾ, ഡോക്ടർമാർ അറിയേണ്ട ഫുഡ് ലേബൽ ക്ലാസ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡയറ്റീഷ്യൻ മീര ജോസഫിനെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹലോ. കേൾക്കാം. ഇപ്പൊ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ ദി ഇൻട്രഡക്ഷൻ ഡോക്ടർ മരിയാമ്മ. സമയം കളയാതെ തന്നെ നേരെ ക്ലാസ്സിലേക്ക് തന്നെ പോവാം. എൻ്റെ പേര് മീര. ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട് ക്ലാസ്സസ് എടുക്കാൻ. എന്നെ ഒന്നുകൂടെ ഇൻവൈറ്റ് ചെയ്തതിൽ വളരെ നന്ദി. ഇന്നത്തെ സെഷൻ ഫുഡ് ലേബിൾസിനെ കുറിച്ചിട്ടാണ്, എസ്പെഷ്യലി ഡോക്ടേഴ്സ് അറിയേണ്ടത്. ഞാനിത് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇല്ല, നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. ഇതിനകത്ത് പടത്തിൽ വലിയ കാര്യമില്ല. നമുക്ക് സംസാരിക്കാം. ക്ലാസ് തുടങ്ങിക്കോ. ശരി, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷൻ ഫുഡ് ലേബിൾ ഡീകോഡ് ഫോർ ഡോക്ടേഴ്സ്, എംപവറിംഗ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു ഇന്റർപ്രറ്റ് ഫുഡ് ലേബിൾസ് ആൻഡ് ഇംപ്രൂവ് പേഷ്യന്റ് ഔട്ട്കംസ്. ഞാൻ ഡയറ്റീഷ്യൻ മീര ജോസഫ്. ഇതിനു മുമ്പ് ഇവിടെ സെഷൻസ് എടുത്തിട്ടുണ്ട്. എനിക്ക് ക്വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അവിടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെയും ഇൻഡിവിജ്വൽസിനെയും എഡ്യൂക്കേഷനിൽ കൂടെ എംപവർ ചെയ്യാന്നുള്ളതാണ്, ന്യൂട്രീഷൻ ആൻഡ് സയൻസ് ബേസ്ഡ് നോളജ്. അപ്പൊ ഇന്നത്തെ സെഷൻ അണ്ടർസ്റ്റാൻഡിംഗ് ഫുഡ് ലേബിൾസ് എ ക്രിട്ടിക്കൽ സ്കിൽ ഫോർ ഡോക്ടേഴ്സ്. ഇതെന്തുകൊണ്ടാണ് ഫുഡ് ലേബിൾസ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ വരുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ക്ലിനിക്സിൽ കേസസ് വന്നിട്ടുണ്ടാവും, തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. ഡയബറ്റിസ് കൺട്രോളിൽ ഇരിക്കുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസ് എത്ര മരുന്ന് കഴിച്ചിട്ടും ഒരു ടെമ്പററി റിസൾട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഡിഫറൻസ് അല്ലാതെ പറഞ്ഞു വരുമ്പോൾ അവരുടെ ഭക്ഷണ രീതികളെല്ലാം കേട്ട് വരുമ്പോൾ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയായിരിക്കും, നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ റിസൾട്ട് വരുമ്പോൾ അത് കാണില്ല. അങ്ങനെയുള്ള കേസസ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരുപാട് തവണ. അപ്പോ അതിൽ നിന്നാണ് ഒത്തിരി ഡയറ്റീഷ്യന്റെ ക്ലിനിക്കിൽ വരുമ്പോഴാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കേസ് ഹിസ്റ്ററി എടുത്ത് വരുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള പ്രശ്നം മനസ്സിലാകുന്നത്. ഇന്നത്തെ ആളുകൾ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ പാക്കേജ് ഫുഡ് വാങ്ങി കഴിക്കുന്നവരാണ്. വീട്ടില് ഫ്രം ദ ക്രാക്ക് കുക്ക് ചെയ്യുന്ന ആരുമല്ലോ. ഒന്നുമില്ലെങ്കിൽ ഇഡ്ലി ബാറ്റർ എങ്കിലും നമ്മൾ നേരിട്ട് വാങ്ങിച്ചുണ്ടാക്കുക ചെയ്യുന്നത്. ഫ്രം ദ ക്രാക്ക് ഉഴുന്നരച്ചൊക്കെ ചെയ്യുന്ന വീടുകൾ ഇപ്പൊ വളരെ കുറവാണ്. കാരണം വർക്കിംഗ് വുമൺ ഒത്തിരി ഉണ്ട്, ഹോസ്റ്റലിൽ നിൽക്കുന്നവരുണ്ട്, വീട് വിട്ട് മാറി നിൽക്കുന്നവരാണ് പഴയ കാലത്ത് ഇന്ന് കൂടുതലായിട്ടുള്ളത്. അപ്പൊ പാക്കേജ് ഫുഡിനെ ആശ്രയിക്കുക എന്ന് പറയുന്നത് വേറൊരു വഴിയില്ല. അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ അറിയാതെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഈ ലേബലിംഗിൽ ഫുഡിനകത്ത് പാക്കേജ് ഫുഡിൽ വരുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മൾ അറിയാണ്ട് നമ്മുടെ ക്ലിനിക്കൽ ഔട്ട്കംസിനെയും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനെയും നന്നായി എഫക്ട് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഫുഡ് ലേബിളിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. എല്ലാവരും ഫ്രണ്ടിൽ ഒരു പാക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഹെൽത്തിയാന്ന് പറഞ്ഞ് പോകുന്നത് ആണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ സെഷൻ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഇപ്പൊ എല്ലാവരും പോയിട്ട് ഞങ്ങൾ ഹെൽത്തി ഫുഡാണ് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലിനിക്കിൽ വരുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നതെന്ന് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെഷൻ. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ന്യൂട്രിയന്റ്
ഐഡന്റിഫൈ ന്യൂട്രിയൻ പുവർ ഫുഡ്സ്. ഫുഡിനകത്ത് ടൈറ്റിലിൽ നല്ല ഹെൽത്തി ആണെന്ന് തോന്നിക്കും, പക്ഷെ അതിന്റെ ന്യൂട്രിയന്റ് ഇൻഗ്രീഡിയൻസ് എടുത്താൽ കാര്യമായിട്ടൊന്നും കാണില്ല. പക്ഷെ എല്ലാവർക്കും ഹെൽത്തി ഹെൽത്തി എന്നൊരു ധാരണ വരും. അതിനകത്ത് കാലറി കൂടുതലായിരിക്കും, എസെൻഷ്യൽ ന്യൂട്രിയൻസ് തീരെയും കാണില്ല. പക്ഷെ ആളുകൾ ലേബൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹെയിലോ എഫക്റ്റ് ഉണ്ട്, അതിന്റെ പുറകെ പോകും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ആണ് നമ്മളുടെ ഒരു ഗോൾ. പിന്നെ രണ്ടാമത്തേത്, ഇതിലെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മളുടെ ഡയറ്റും സിംറ്റംസും ആയിട്ട് കോറിലേഷൻ ഉണ്ട് എന്ന് നോക്കുന്നതാണ് നമ്മളുടെ അടുത്ത ഗോൾ. കാരണം ഇത് കാര്യമായിട്ട് ക്ലിനിക്കൽ ഔട്ട്കംസിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് അലർജന്റ് എക്സ്പോഷർ. ഇപ്പൊ ഒരുപാട് ലേബിൾസിന്റെ പുറകിൽ കാണുന്നുണ്ടാവും, ഇതിനകത്ത് ദിസ് മേ കണ്ടെയ്ൻ നട്ട്, ദിസ് മേ കണ്ടെയ്ൻ നട്ട്. അതൊരു ജനറിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇപ്പൊ എല്ലാ ലേബലിലും അവരൊരു ഫുഡ് ലേബിൾസ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അങ്ങ് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്തിലൊക്കെ ഉണ്ട്, എന്തിലൊക്കെ ഇല്ല, അത് ഏത് അളവ് വരെയുണ്ട്, ഏത് വരെ നെഗ്ലിജിബിളാ, ഇങ്ങനെയൊന്നും ഒരു വിവരം ഇപ്പൊ ഫുഡ് ലേബിൾ ഉണ്ടാവാറില്ല. ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ഇതും നമ്മൾ ക്രോണിക് കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യുമ്പം ഈ ഫൈൻ പ്രിന്റ് പോലും വളരെ ഇമ്പോർട്ടന്റ് ആയി. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ആരും നോക്കാറില്ല. പിന്നെ എൻഹാൻസ്ഡ് പേഷ്യന്റ് കൗൺസിലിംഗ്. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ വേണം നമ്മൾക്ക് പേഷ്യന്റിനെ അവയർ ആക്കാനും. എന്ന് വെച്ചാൽ നമുക്ക് മരുന്ന് കൊടുത്ത് വിടാനേ പറ്റുള്ളൂ ക്ലിനിക്കിൽ. ഇപ്പൊ ഡയറ്റീഷ്യൻസിനാണെങ്കിലും നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഫുഡ്, ഒരു ടേബിൾ ഉണ്ടാക്കി കൊടുക്കുക. ബാക്കി അവർ വീട്ടിൽ നിന്ന് നോക്കേണ്ടത്, എവിടെ നിന്ന് എന്ത് ഇൻഗ്രീഡിയൻസ് വാങ്ങണം, ഏത് ബ്രാൻഡ് നല്ലത്, അത്രയും വരെ പറയാൻ നമ്മൾക്ക് ആർക്കും അറിയില്ല. അത് പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസ് സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതിന് എംപവർ ആക്കിയാൽ മാത്രമേ നമുക്ക് ക്ലിനിക്കിൽ വേണ്ട റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോ അതാണ് ഇന്നത്തെ ക്ലാസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതിന്റെ റെഗുലേറ്ററി ബോഡീസ് എന്താണ് ഇന്ത്യയിലുള്ളത്. ഓരോ കൺട്രിയിലും ഓരോന്നാ ഉള്ളത്, ഓരോ റെഗുലേറ്റിംഗ് ബോഡീസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ളത് FSSI, ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ, സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ നോക്കുന്നത് ഫുഡ് ലേബിൾ നോക്കുന്നുണ്ട്, പാക്കേജിംഗ് സ്റ്റാൻഡേർഡ്സ് നോക്കുന്നുണ്ട്, ന്യൂട്രിയൻ ഡെക്ലറേഷൻ നോക്കുന്നുണ്ട്, ഹെൽത്ത് കെയർ വെരിഫിക്കേഷൻസ് നോക്കുന്നുണ്ട്. അതുപോലെ US-ലുള്ളതാണ് FDA ആൻഡ് USDA, യൂറോപ്യൻ യൂണിയനിൽ EFSA, UK-ല് ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഏജൻസി, ഓസ്ട്രേലിയ ന്യൂസിലൻഡിലെ FSANS. ഇതുപോലെ ഓരോ കൺട്രിയിലുണ്ട്. നമ്മുടെ നോക്കുന്നത് ഏതായാലും FSSAI. ഇന്ത്യൻ ഫുഡിന്റെ ലേബിൾസ് ഇത്ര മിസ്ലീഡിങ് എന്താ? ഇത് എല്ലാ രാജ്യത്തുള്ള ഇഷ്യൂ ആണ്. യെസ്, മാർക്കറ്റിംഗ് ടീം ഇതിനൊക്കെ ഒരു പോംവഴി കണ്ടെത്തും അവരുടെ സെയിൽസ് കൂട്ടാൻ. പക്ഷെ ഇത്ര ട്രബിൾസം ഇത് ഇന്ത്യയിലായിരിക്കുന്നതിന്റെ റീസൺ നമുക്ക് നോക്കാം. ഒന്ന്, സെർവിങ് സൈസ് മാനിപ്പുലേഷൻ. കാരണം ലേബിളിന് കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഒരു സ്ട്രിക്ട് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിനകത്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അപ്പൊ ഈ ലേബിൾ നോക്കിയാൽ ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കമ്പനീനെ സൂ ചെയ്യാൻ മാത്രമൊന്നും കാണില്ല. അതിനെ എങ്ങനെ മാസ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ മാർക്കറ്റിംഗ് ടെക്നീക്സ് ഇരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യമാണ് സെർവിങ് സൈസ് മാനിപ്പുലേഷൻ. അപ്പോ അത് എങ്ങനെയാന്ന് നമുക്ക് അടുത്തടുത്ത പോയിന്റിൽ വരാം, നോക്കാം. പിന്നെ ഒരെണ്ണുള്ളത് ഇൻഗ്രീഡിയന്റ് ക്യാമഫ്ലാജിങ്. ഒരു ഇൻഗ്രീഡിയനെ പല പേരിൽ പെടും. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഷുഗർ മാൾട്ടോസ് ഫോമിൽ വരാം, ഡെക്സ്ട്രോസ് ഫോമിൽ വരാം, മേപ്പിൾ സിറപ്പ് ഫോമിൽ വരാം. അപ്പൊ ആളുകൾ നോക്കുമ്പോൾ ലേബിൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിൽ ഷുഗർ ഇല്ല, പക്ഷെ മേപ്പിൾ സിറപ്പിലും ഷുഗർ ഉണ്ട്. ഹണി ഈസ് ഓൾസോ നാച്ചുറൽ ഫോം ഓഫ് ഷുഗർ, അതും ഷുഗർ കാറ്റഗറിയിലുള്ളതാണ്. പക്ഷെ ആളുകൾ നോക്കുമ്പോൾ വൈറ്റ് ഷുഗർ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ അതിനും അത്രയും തന്നെ കാലറി റിച്ച് ആണ്, ഗ്ലൈസിമിക് ഇൻഡെക്സിന്റെ ഇഷ്യൂസ് ഉണ്ടാക്കും. അങ്ങനെ ഇത് പല പേരിൽ മാസ്ക് ചെയ്യുന്നത് പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് ഒരു ബ്രാൻഡിനെ പോയിട്ട് സൂ ചെയ്യാൻ പറ്റില്ല. അവർ പറയും ഞങ്ങൾ ലേബിൾ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്, ആളുകൾ നോക്കിയില്ല. അപ്പൊ ഇൻഗ്രീഡിയന്റ് ക്യാമഫ്ലാജിങ് ഒരു ടെക്നിക്കാണ്. പിന്നെ ഉള്ളത് ഹാഫ് ട്രൂത്ത് ക്ലെയിംസ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ കൊളസ്ട്രോൾ ഫ്രീ, പ്ലാൻ ബേസ്ഡ് ആയിട്ട് വരുന്ന, ഇപ്പം ഒത്തിരി നട്ട്സിൽ, ഇപ്പൊ ഇതൊരു ഓപ്പൺ സെഷൻ ആയതുകൊണ്ടും നമുക്ക് പിന്നെ യൂട്യൂബിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഒരു ബ്രാൻഡിന്റെ പേരെടുത്ത് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ മിക്കവാറും എല്ലാ നട്ട്സ് എടുത്ത് നോക്കിയാൽ ഏത് ബ്രാൻഡ് എടുത്താലും അതിന്റെ മേളിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും നോ കൊളസ്ട്രോൾ, കൊളസ്ട്രോൾ ഫ്രീ. പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തിലും കൊളസ്ട്രോൾ ഇല്ല, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമേ അല്ല. പക്ഷെ അത് അങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതൊരു ഹയർ പൊസിഷനിങ്ങിന്റെ ഭാഗമായിട്ടാണ്, ചാർജ് പൈസ കൂടുതൽ എടുക്കാനും വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുള്ളത് ഇതിനകത്ത് മാസ്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. ഇനി ഹാഫ് ട്രൂത്ത് ആയിട്ട് ക്ലെയിം കൊടുക്കുക എന്നുള്ള പരിപാടി. പിന്നെ ഉള്ളത് ഫ്രണ്ട് ഓഫ് ബാക്ക് ഡിസ്ട്രാക്ഷൻ. ഇതേ ടെക്നിക്, ഇത് ഫ്രണ്ടിലായിരിക്കും ഉള്ളത്, ബാക്കിലെ ഫൈൻ പ്രിന്റിലാണ്
ശരിക്കുള്ള സത്യങ്ങൾ കിടക്കുന്നത് അങ്ങോട്ടേക്ക് ആരുടെയും ശ്രദ്ധ പോയില്ല. അത് ഇവിടുന്ന് ഇത് ചെയ്യും, ഇത് കണ്ടെടുക്കും. പിന്നെ ഉള്ളത് ഔട്ട്ഡേറ്റഡ് സ്റ്റാൻഡേർഡ്സ്. ഇതൊന്നും എല്ലാ വർഷവും അത്ര കാര്യമായിട്ട് ഇന്ത്യയിൽ റിവ്യൂ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പഴയ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് പുതിയ പുതിയ ഇപ്പൊ എല്ലാ വർഷവും വരുന്നുണ്ടെങ്കിലും ഇതിന്റെ കംപ്ലയൻസ് റേറ്റ്സും വളരെ കുറവാണ്. നേരത്തെ ഉള്ള ആൾക്കാർ FSSAIന്റെ ലൈസൻസ് അവർ എല്ലാ വർഷവും റിന്യൂ ചെയ്യുമ്പോൾ അത് അങ്ങനെ അങ്ങ് പോകുന്നു. അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ കംപ്ലയൻസ് നടക്കുന്നില്ല. ഏറ്റവും കൺസേണിംഗ് ആയിട്ടുള്ള കൺസ്യൂമർ ട്രെൻഡ്സ് നമുക്ക് ക്ലിനിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. ഒന്ന് ഹെൽത്ത് ഹേലോ ഇഫക്റ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ മൾട്ടിഗ്രെയിൻ അല്ലെങ്കിൽ ഓർഗാനിക് അല്ലെങ്കിൽ ലോ ഫാറ്റ്, ഇതൊക്കെ ഒരു ലേ പേഴ്സണിനോട് ചോദിച്ചാൽ അത് തന്നെ പറയും. ഇത് ഹെൽത്തി ആയിട്ട് എന്താ നിങ്ങൾ ഏത് ആട്ടയാണ് കഴിക്കുന്നത്? മൾട്ടിഗ്രെയിൻ ആട്ട. ഞങ്ങൾ ഹെൽത്തി മാത്രമേ എടുക്കാറുള്ളൂ മാഡം വീട്ടില്. എന്റെ വീട്ടിലേക്ക് ഇതാണ് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഓർഗാനിക് ഭക്ഷണം മാത്രമേ ഉപയോഗിക്കും. സെലിബ്രിറ്റീസ് വരെ ക്ലെയിം ചെയ്താണ് ഓർഗാനിക് മാത്രമേ ഉള്ളൂ. എങ്ങനെ അറിയത് ഓർഗാനിക് ആണെന്ന്? അങ്ങനെ അങ്ങ് പറഞ്ഞേക്ക എല്ലാരും എടുത്തേ. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓർഗാനിക് എന്ന് പറയുന്ന എല്ലാം ഒന്നാമത്തെ കാര്യം ഓർഗാനിക് അല്ല. രണ്ടാമത്തെ കാര്യം എല്ലാ ഓർഗാനിക്കും ഹെൽത്തി അല്ല. ഓരോ ഡിസീസ് കണ്ടീഷനും മാച്ച് ആവാതെ വരും. ഇപ്പൊ ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് ഹണി ഓർഗാനിക്കലി എടുത്തതാണെന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസം കഴിക്കാൻ വളരെ സ്ട്രിക്റ്റ് ബാലൻസ് നോക്കുന്ന ഒരു ഡയറ്റിനകത്ത് നമുക്ക് ഇടയ്ക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാലും അതല്ലാതെ ഷുഗറിന് പകരം ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പറയുമ്പോൾ ഹണി ഓർഗാനിക് ആണ്, ഹെൽത്തിയുമാണ്. അതേപോലെയാണ് ലോ ഫാറ്റ് മൾട്ടിഗ്രെയിൻ എന്നൊക്കെ പറയുന്ന ഓരോരോ ഇങ്ങനെ ഒരു ഹേലോ ഇഫക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റിൽ. ഇതിൽ ആൾക്കാർ കുറെ വീണു പോകുന്നുണ്ട്. പിന്നെ ചൈൽഡ് ടാർഗറ്റഡ് ജങ്ക് ഫുഡ്സ്. ഇപ്പം ഷുഗറി സിറിയൽസ്, കുക്കീസ്, ഫ്ലേവേർഡ് മിൽക്സ്. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ അതിന്റെ ക്യാച്ച് എന്ന് പറയുമ്പോൾ മിൽക്ക്, കുട്ടികൾ പാല് കുടിക്കണം. അപ്പൊ അതിനകത്ത് ഫ്ലേവേർഡ് ആയിട്ടുള്ള മിൽക്സ് ഇറക്കുക. ചോക്കോ മിൽക്ക് ഉണ്ട്, സ്ട്രോബെറി ഫ്ലേവേർഡ് മിൽക്ക് ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. അപ്പൊ പേരൻസിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ ഓക്കെ ഇങ്ങനെയെങ്കിലും എന്റെ കൊച്ചു പാല് കുടിക്കുന്നുണ്ടല്ലോ, സോ ഫ്ലേവേർഡ് മിൽക്ക് എടുക്കുക. എന്ത് സാധനം ഷെൽഫ് ലൈഫിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്ര ഹെവിലി ഫ്ലേവേർഡ് ആയിട്ട് പോകുന്നുണ്ടോ അതിനകത്ത് അത്രയും കൂടുതൽ അഡിറ്റീവ്സ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യം. അപ്പൊ ഇത് പാലിന് നോർമൽ പാല് കുടിക്കുന്നതിന് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് നോക്കിയാൽ അത് ഹെൽത്തി അല്ല. അല്ലാതെ ഓക്കെ ഒക്കേഷണലി കുടിക്കുന്നത് പോലത്തെ ഇതല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കോൺസെപ്റ്റ്സ് ആൾക്കാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പരസ്യങ്ങൾ മെയിൻലി. പിന്നെ ഉള്ളത് ക്വസ്റ്റനബിൾ മീൽ റീപ്ലേസ്മെന്റ്സ്. ഇപ്പൊ പ്രോട്ടീൻ പൗഡർ മീൽ റീപ്ലേസ്മെന്റ്സ് എന്ന് പറഞ്ഞ് ഒത്തിരി വരാറുണ്ട്. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്, ട്രാവൽ ചെയ്യുന്ന അത്ലീറ്റ്സിന് എന്നൊക്കെ പറഞ്ഞ് കുറെ വന്നിട്ടുണ്ട്. ഇതിന്റെ ഇപ്പൊ ഏറ്റവും ലൈവായിട്ട് നടക്കുന്ന എക്സാമ്പിൾസ് ആണ് നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സെലിബ്രിറ്റി ഡെത്ത്സ് വളരെ യങ് ഏജിൽ. ഒത്തിരി ഇപ്പൊ റീസെന്റ് ഷിഫാലി ജരിവാല എന്ന് പറഞ്ഞിട്ടൊരു ബോളിവുഡിലെ ആക്ട്രസും മോഡലിന്റെയും വരെ ഉണ്ടായിരുന്നു. അപ്പോൾ കൺഫേംഡ് അല്ലാത്ത റിപ്പോർട്ട്സ് വരാറുണ്ട്. സപ്ലിമെന്റ് ഓവർ യൂസ് കാരണമാണ്. അതായത് അവരുടെ ഫ്രണ്ട്സ് പറയും, പക്ഷെ ഒഫീഷ്യൽ സർക്കിളിൽ നിന്ന് വരത്തില്ല. അതിന്റെ മെയിൻ റീസൺ ഇവരെല്ലാം ഒരു A-list ടീമിനെ കൊണ്ടാണ് നടക്കുന്നത്. അവരുടെ സ്വന്തം ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടാവും, അവരുടെ സ്വന്തം ഫിസിഷ്യൻ ഉണ്ടാവും, അവരുടെ സ്വന്തം ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ടാവും. ഇവരൊക്കെ ഇവരുടെ ഇഷ്ടങ്ങൾക്ക് കേറ്റർ ചെയ്യുന്നവരാ. അതായത് അവർക്ക് നോർമൽ ഒന്നും വേണ്ട, അവർക്ക് ഒരു ഫീലിംഗ് വേണം, ഞാൻ എന്തോ എല്ലാവരെക്കാളും കൂടുതലായി ചെയ്യുന്നതാണ്. അതിനനുസരിച്ച് ആൾക്കാർ അവരെ ഹാപ്പി ആക്കാനേ നോക്കുള്ളൂ, അവരുടെ ടീം. അപ്പൊ നാച്ചുറലി അവരുടെ റെഗുലർ റുട്ടീൻ്റെ അകത്ത് ഇങ്ങനത്തെ മീൽ റീപ്ലേസ്മെന്റ്സും പൗഡേഴ്സും എല്ലാം എക്സ്ട്രാ വരും. അവർ എക്സ്ട്രാ ജിമ്മിങ് ചെയ്യും. അപ്പോൾ ഫൈനലി ആ സിസ്റ്റം, ആ റുട്ടീൻ തന്നെ അവരെ ഫെയിൽ ചെയ്യുമ്പോൾ അവരുടെ എക്സ്പേർട്ട് ടീം അത് പുറത്തു വിടാൻ താല്പര്യപ്പെടില്ല. പക്ഷെ അവരുടെ ഫ്രണ്ട്സ് വഴിയും റിലേറ്റീവ്സ് വഴിയും നമുക്ക് ആവശ്യത്തിലധികം ക്ലൂസ് ന്യൂസിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങൾ അവരുടെ ഡെത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സെലിബ്രിറ്റീസിന് മാത്രമല്ല, ഇതിപ്പോ അപ്പർ മിഡിൽ ക്ലാസ്സിലും ആകുന്ന ഒരു ട്രെൻഡാണ്. പക്ഷെ സെലിബ്രിറ്റീസ് കൂടുതൽ ന്യൂസിൽ കാണുന്നുണ്ട്, നമ്മൾ അറിയുന്നേ ഉള്ളൂ. ഇതൊരു വളരെ കൺസേണിങ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു ഗ്രോത്ത് ആണ് ഇതിന്റെ, ഈ ട്രെൻഡിന്റെ. പിന്നെ ഉള്ളത് പ്രോസസ്ഡ് പ്ലാന്റ് ബേസ്ഡ് ജങ്ക് ഫുഡ്സ്. നേരത്തെ പറഞ്ഞ അതേ പരിപാടി തന്നെ. പ്ലാന്റ് ബേസ്ഡ് എന്നും പറഞ്ഞ് കുറെ പ്രോസസ് ചെയ്ത് വരുന്ന ഐറ്റംസ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ സോയ് മിൽക്ക്, അതും കിട്ടാറുണ്ട് കാർട്ടൺ. പക്ഷെ എത്രാന്ന് പറഞ്ഞാലും ടെട്ര പാക്കിംഗ് ചെയ്തെന്ന് പറഞ്ഞാലും 6 months പ്ലസിലേക്ക് എക്സ്പയറി ഉള്ള ഏത് ഐറ്റമിലും എങ്ങനെ പോയാലും അഡിക്റ്റീവ് ഉണ്ടാവും. പ്ലാന്റ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഇറ്റ് ഇസ് നോട്ട് സപ്പോസ് ടു ബി ഇൻ ദ ഷെൽഫ് ഫോർ ലോnger ദാൻ such a period. അങ്ങനെ ഇരുത്തണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തായാലും പ്രിസർവേറ്റീവ് പോകും, എന്തായാലും സ്റ്റെബിലൈസർ പോകും, ഫ്ലേവറിംഗ് ഏജൻസ് പോകും. അങ്ങനെ കുറെ സാധനം പോയിട്ടേ അത് ഷെൽഫിൽ വെക്കാൻ പറ്റുള്ളൂ. പ്ലാന്റ് ബേസ്ഡ് ആന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പ്ലാന്റ് മാത്രമല്ല, നമ്മൾ പിന്നെയും കുറെ സാധനം അതിനകത്ത് മിക്സ് ആയി വരിക ചെയ്യുന്നത്.
പിന്നെ ഉള്ളത് ഹിഡൻ കഫീൻ ആൻഡ് സോഡിയം. എനർജി ഡ്രിങ്ക്സ് അതും ഇപ്പോൾ ഒരു പുതിയിട്ടുണ്ട്. ജിമ്മിൽ പോകുന്ന ആൾക്കാർ തന്നെ ഒത്തിരി പേരുണ്ട്. സാധാരണക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അപ്പൊ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഹാവ് ആൻ എനർജി ഡ്രിങ്ക്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. പ്രോട്ടീൻ ബാർസ് ഇഷ്ടംമാതിരി ബ്രാൻഡ് ഇഷ്ടംമാതിരി കിട്ടാനുണ്ട്. സൂപ്പ് മിക്സസ്, ഹെൽത്ത് സൂപ്പ് എന്ന് പറഞ്ഞ് പ്രത്യേകം കിട്ടാറുണ്ട്. ഇതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ ഒളിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഒന്ന് കാഫീൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ റെഡ് ബുൾ, ഇതിനകത്തൊക്കെ കഫീൻ അല്ലെങ്കിൽ ടോറീൻ ഇതെല്ലാം എക്സ്ട്രാ ഉള്ളതാണ്. അത് സ്റ്റഡീസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതൊരു പരസ്യമായ രഹസ്യമാണ്. പക്ഷേ ഇത് അത്രയും പേര് ശ്രദ്ധിക്കാറില്ല. അതിനകത്ത് ഇതിനൊക്കെ ഒരളവുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് എത്ര കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് സാധാരണ ആൾക്കാർ ശ്രദ്ധിക്കാറേ ഇല്ല. അത് ഹെൽത്ത് പ്രാക്ടീഷണേഴ്സും അധികം അതിനെക്കുറിച്ച് അവയർ അല്ല. എല്ലാവർക്കും അറിയാം ഒരു ദിവസം ഇത്ര മില്ലിഗ്രാം വരെ പാടുള്ളൂ. പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റിനകത്ത് എത്രയുണ്ട്, ഞാൻ അതിന്റെ ആ പ്രോഡക്റ്റിന്റെ എത്ര അളവ് ഇന്നത്തെ ദിവസം കൺസ്യൂം ചെയ്യാം എന്നുള്ളത് അധികം പേർക്ക് അറിയില്ല. അതാണ് എക്സസ് കൺസംഷനിലോട്ട് വിടുന്ന കാര്യങ്ങൾ. ഇതും പല പേരിൽ ഇപ്പൊ അറിയപ്പെടുന്നത്. അതായത് സോഡിയം ഇപ്പം MSG, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല പേര് വരും. അപ്പൊ ഒറ്റനൊടുത്തി കൊണ്ടു സോൾട്ട് ഇല്ല, അല്ലെങ്കിൽ സോൾട്ട് ലോ സോഡിയം എന്നത് മാത്രമേ ആൾക്കാർ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ ഇതുപോലെ ആഡഡ് ഷുഗേഴ്സ്. ഒരു ഒരു ക്ലിനിക്കിൽ ഉണ്ടായിരുന്ന ഒരു കേസാണ്. HbA1c ഒരു 36 ഓൾഡ് വുമൻ. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നെ. ആദ്യമായിട്ട് അവർക്ക് ന്യൂലി ഫൗണ്ട് ഡയബറ്റീസ് ആയിരുന്നു, ടൈപ്പ് 2. ഡോക്ടർ ആദ്യം ഡയറ്റീഷ്യൻ എടുത്ത് വിടും. നാച്ചുറലി ഇൻസുലിൻ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അങ്ങനെയായിരുന്നു. ഡയറ്റ് വഴി കൺട്രോൾ ചെയ്യാൻ നോക്കട്ടെ, കുറച്ചാഴ്ച നോക്കട്ടെ, എന്നിട്ട് കുറയുന്നില്ലെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് മെഡിക്കേഷൻ എന്ന ന്യൂലി ഫൗണ്ടിന് ഞങ്ങളുടെ അവിടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. പക്ഷെ അവർക്ക് ഡയറ്റ് ഇപ്പൊ ChatGPT ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് ഡയറ്റീഷ്യനെയും കൂടെ കാണണമെന്ന് താല്പര്യമൊന്നുമില്ല. സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു പോയി. ഇതേപോലെ ഹെൽത്തി ലേബിൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് പറഞ്ഞു വന്നു. പക്ഷെ HbA1c പോയിക്കൊണ്ടേയിരുന്നു. 3 months കഴിഞ്ഞ് 4 months കഴിഞ്ഞ് നോക്കുമ്പോൾ പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നിവർത്തിയില്ലാതെ പിന്നെ ഡയറ്റ് ക്ലിനിക്കിൽ വരുമ്പോൾ നോക്കുമ്പോഴാണ് അറിയുന്നത് ഷുഗർ ഫ്രീ എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം അവർ വളരെ എക്സസ് ചെയ്യും. അപ്പൊ അവർക്ക് ഫാറ്റ് വഴിയും ഇഷ്ടമാതിരി കാലറി വരുന്നുണ്ട്. അത് ടോട്ടൽ കാലറി ബാലൻസ്ഡ് അല്ല. പിന്നെ ഷുഗർ ഫ്രീ അല്ലെങ്കിൽ ആഡഡ് ഷുഗർ ഇല്ല എന്ന് പറയുന്നത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അത് വേറെ പല പേരിൽ വരുന്നത് അത് സാധാരണക്കാർ അറിയുന്നേ ഇല്ല. ഇതെല്ലാം മാർക്കറ്റിംഗ് ഗിമിക്സിൽ വീണു പോയിട്ടുണ്ടായ കേസസ് ഇഷ്ടമാതിരി ക്ലിനിക്കിൽ വരാനുണ്ട്. പിന്നെ ഉള്ളത് റിഫൈൻഡ് ഓയിൽസ് ആൻഡ് ട്രാൻസ് ഫാറ്റ്സ്. അതും ഒലിവ് ഓയിൽ ആണ് ഉപയോഗിക്കുന്നത്. അത് കാരണം കുഴപ്പമില്ല, ആ ഓയിൽ സേഫ് ആണ്, ഹെൽത്തി ആണ്, ഇങ്ങനെ വിചാരിക്കുന്ന ഒരു വലിയ പോപ്പുലേഷൻ ഇപ്പൊ കൂടുതലുള്ളത്. അതും ചൂടാക്കി കഴിയുമ്പോൾ ട്രാൻസ്ഫാറ്റ് അതിൽ വരും, എക്സസ് ക്വാണ്ടിറ്റി വരും. അതുകൊണ്ട് ഒലിവ് ഓയിൽ വറുത്ത ചിപ്സ് ഒക്കെ ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് അതിനകത്ത് വീഴുന്നുണ്ട്. ഇനി ഡിഫറെന്റ് നെയിംസ്, ഹിഡൻ ഇൻഗ്രീഡിയൻസിന്റെ പല പല പേരുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കോമൺ ആയിട്ട് കാണുന്നത് ആഡഡ് ഷുഗേഴ്സ്. അതിനകത്ത് ആക്ച്വൽ കണ്ടന്റ് എന്താണെന്നുള്ളത് പറയത്തേയില്ല. ആഡഡ് ഷുഗർ എന്ന് പറയുന്നത് വേറെ വേറെ പേരിലായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ വരുന്നത്. സൂക്രലോസ് എന്ന് പറഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ ആസ്പെർട്ടാമേറ്റ് എന്ന് പറഞ്ഞിട്ട് വരാം. ഇത് ആൾക്കാർക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ആഡഡ് ഷുഗർ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കും. അങ്ങനെ മീൻസ് അത് വാങ്ങിക്കുന്നതല്ല പ്രശ്നം, ഇത് എക്സസ് ആയിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഷുഗർ ഫ്രീ ആണ്, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ സേഫ് ആണ് എന്ന് പറഞ്ഞ് കഴിച്ച് കണ്ടീഷൻ വേഴ്സ് ആയി കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ റിയൽ കൾപ്രിറ്റ് എന്താ. നമുക്ക് ക്ലിനിക്കിൽ പോകുമ്പോൾ ഇത്ര അറിയില്ലല്ലോ. അപ്പൊ ഇല്ല, ഞാൻ ഷുഗർ ഫ്രീ ആ കഴിക്കുന്നത്. അപ്പോ ഡോക്ടറിന് ഇപ്പോഴും അറിയാൻ പറ്റണമെന്നില്ല ഷുഗർ ഫ്രീ എന്ന് പറയുമ്പോൾ എന്താ ലേബിളിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യം. അപ്പൊ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാലേ ക്ലിനിക്കൽ ഔട്ട്കംസിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹിഡൻ ട്രാൻസ്ഫാറ്റ്, അതും പല പല പേരിലാണ് വരുന്നത്. ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണില്ല. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ലേബലിംഗ് നോക്കിയിട്ട്. പിന്നുള്ളതാണ് സോഡിയം ബൂസ്റ്റേഴ്സ്. അതും ഈ പറഞ്ഞ പോലെ MSG, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റും എല്ലാം ആയിട്ട് പല പല ഫോമിൽ വരുന്നുണ്ട്. സ്വീറ്റ്നേഴ്സിന് ഒരുപാട് ഡിഫറെന്റ് പേരാ ഉള്ളത്. അപ്പോ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റേണ്ടതാണ് നമ്മളുടെ ഫുഡ് ലേബലിന് കൊണ്ടിട്ടുള്ള മെയിൻ ഉദ്ദേശം. അതിനകത്ത് തന്നെ മിസ്ലീഡിംഗ് ക്ലെയിംസ് ഓൺ ഫുഡ് ലേബിൾസ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഫ്രണ്ട് ലേബൽ ആണ് എല്ലാവരും നോക്കുക, ബാക്ക് സൈഡ് ആരും നോക്കുന്നേയില്ല. അവിടെയാണ് ഏറ്റവും വലിയ ട്രിക്ക് ഇരിക്കുന്നത്.
കൺസ്യൂമേഴ്സിന്റെ ന്യൂട്രീഷണൽ വാല്യൂ ആർക്കും ആ ടേബിൾ വായിക്കാൻ തന്നെ അധികം പേർക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നാച്ചുറൽ എന്ന് പറയുന്നത് വളരെ ആംബിഗ്വസ് ആയിരിക്കും. ഷുഗർ എല്ലാരും പറയും, ഇപ്പൊ ഷുഗറിനെ എല്ലാരും വില്ലനായിട്ട് കാണും. ടെക്നിക്കലി പറഞ്ഞാൽ ഷുഗറും നാച്ചുറൽ ആണ്. കാരണം അത് ഷുഗർ കെയിനിൽ തന്നെ പ്രോസസ് ചെയ്തെടുക്കുന്ന. അതിനെ കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ ഹണി എടുക്കുവാണെങ്കിൽ ഹണി അതിനേക്കാൾ നാച്ചുറൽ, ഡയറക്ട്ലി ഫ്രം ദ നാച്ചുറൽ സോഴ്സ്. അതിനകത്ത് ഓക്കെ പ്രിസർവേറ്റീവ് അതൊന്നുമില്ല, വളരെ ശരി തന്നെ. പക്ഷെ ദാറ്റ് ഡസൻ മീൻ എനിക്ക് നേരിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട്, നമ്മുടെ ഫാമിലിയിലുണ്ട്, നെയ്ബർഹുഡിലുണ്ട്, ക്ലിനിക്കിനെ മാത്രം വിട്ടുകളാം, ഫ്രണ്ട് സർക്കിളിലുണ്ട്. ഞാൻ ഹണിയാണ് കഴിക്കുന്നത്, ഞാൻ ഷുഗർ കഴിക്കാറേ ഇല്ല. ചോദിച്ചു വരുമ്പം ഹണി മാത്രമാണ് കഴിക്കുന്നത്, അതല്ലെങ്കിൽ ശർക്കര കഴിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പഞ്ചസാര തൊടാറേ ഇല്ല. അപ്പൊ എന്റെ ദേഹത്ത് ഷുഗർ ഇല്ല, ഷുഗർ ഫ്രീ ആണ്. ഒറ്റ വാക്കിൽ ഷുഗർ ഫ്രീ എന്ന് പറയുമ്പോൾ ഇവർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കൂടെ നമ്മൾ ക്ലിനിക്കിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കിയെടുത്ത് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോഴായിരിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അറിയാം. അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഇപ്പൊ വിചാരം കിടപ്പുണ്ട്, ശർക്കര എന്ന് പറയുമ്പോൾ നാച്ചുറൽ, ഹണി എന്ന് പറയുമ്പോൾ നാച്ചുറൽ, സോ ദാറ്റ് ഇസ് സേഫ്. നോ, ഒരു വെയിറ്റ് വാച്ച് ഡയറ്റിലിരിക്കുന്ന ആൾക്കാർക്ക് അത് സേഫ് അല്ല. ജസ്റ്റ് രുചിക്കാൻ കൊള്ളാം, പക്ഷെ ദാറ്റ് ഡസൻ മീൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന അതേ ക്വാണ്ടിറ്റിയിൽ റീപ്ലേസ് ചെയ്യുന്നത് ഒരിക്കലും സേഫ് അല്ല. വൈറ്റ് ഷുഗർ ഇതിലേക്ക് ഷിഫ്റ്റ് ആകുന്നതിൽ നിന്ന് അങ്ങനത്തെ ഡിഫറൻസസ് ഒന്നും വരാനില്ല. അതേപോലെ ഉള്ളൊരു സാധനമാണ് ഡയബറ്റിക് ഫ്രണ്ട്ലി. അഗൈൻ ശർക്കര പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ഹണി പ്രിപ്പറേഷൻസിനെ മാർക്കറ്റിൽ ഇഷ്ടംമാതിരി ലേബൽ കിട്ടാൻ ഡയബറ്റിക് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട്. ഡയബറ്റിക് ഫ്രണ്ട്ലി എന്ന് ലേബൽ കണ്ടോ ആളുകൾ വാങ്ങിക്കുക. പക്ഷെ ശർക്കര എപ്പോഴാണ് ഡയബറ്റിക് ഫ്രണ്ട്ലി ആയത് എന്നുള്ളത് സാധാരണക്കാരാണ് ഇപ്പൊ പറഞ്ഞു തരേണ്ട അവസ്ഥ. അപ്പൊ അങ്ങനെ ഡയബറ്റിക് ഫ്രണ്ട്ലി എന്ന് പറയുന്ന ഫ്രണ്ട് ലേബൽ മാത്രം നോക്കുന്നതുകൊണ്ട് വരുന്ന ഒരു മെയിൻ കുഴപ്പമാണിത്. അപ്പൊ ക്ലിനിക്കിൽ വന്ന് നമ്മുടെ അടുത്ത് പേഷ്യൻസ് പറയുമ്പോൾ അവരുടെ ഡയറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് അങ്ങനെ എടുക്കാതെ അവരോട് ബാക്ക് ലേബൽ നോക്കാൻ പറയാതാണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പിന്നെ ഹൈ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് എക്സസ് പ്രോട്ടീൻ ആവശ്യമുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, അല്ലെ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കുന്ന പല ആൾക്കാരും അവര് ഐസൊലേറ്റഡ് സോയ് അല്ലെങ്കിൽ അഡിറ്റീവ്സ് ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. ടോട്ടൽ പ്രോട്ടീൻ കണ്ടന്റ് ഒരു ദിവസത്തിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ് ഉണ്ട്, പക്ഷെ അതിനകത്തും ഇതുപോലെ ഇഷ്ടംമാതിരി സ്റ്റെബിലൈസേഴ്സും എമൾസിഫയേഴ്സും എല്ലാം ചേർന്നിട്ട് വരുമ്പം അഡിറ്റീവ്സ് ഒരുപാട് ഉള്ളിൽ പോകുന്നുണ്ട്. അപ്പൊ പ്രോട്ടീനിൽ മാത്രം ആൾക്കാരുടെ ഫോക്കസ് ഉള്ളത്. അപ്പൊ ഇങ്ങനത്തെ കുറെ തെറ്റിദ്ധരിപ്പിക്കുന്ന ക്ലെയിംസ് ഉണ്ട് ഫുഡ് ലേബലിൻ്റെ. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ആദ്യം. ഇതിന്റെ ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് എന്താണ്? നമ്മൾ ഫുഡ് ലേബൽ ഇപ്പൊ നമുക്കൊരു ജനറൽ ഐഡിയ കിട്ടി, ഇതിൽ എന്താണ് കുഴപ്പം, എന്താ ഇതിന്റെ ഇമ്പോർട്ടൻസ്. നമുക്കിനി ഇതെങ്ങനെ, ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ വെക്കാം? നമുക്ക് ഒറ്റയടിക്ക് ഫുഡ് ലേബലിനെ കുറിച്ച് ഒരു മണിക്കൂറിൽ ഡീകോഡ് ചെയ്യുന്നത് പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് ഇനിഷ്യൽ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം? ആദ്യത്തെ കാര്യം, സെർവിങ് സൈസ് ആദ്യം നോക്കണം. ഞാൻ അതിനായിട്ട് ഒരു ലൈവ് എക്സാമ്പിൾ ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട്. നമ്മൾ സെഷൻ തീരുന്നതിന് മുമ്പ് നമ്മൾ ഒരു ലൈഫ് ബോട്ടിൽ ഇവിടെ നമ്മൾ ഡീകോഡ് ചെയ്യാം. ഒരു ഫുഡ് പ്രോഡക്റ്റ്, ഒരു ലേബൽ നമുക്ക് ഡീകോഡ് ചെയ്യാം. അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ സെർവിങ് സൈസ്. നിങ്ങളിപ്പോ ഒരു ഇത് എന്റെ വീട്ടിലുണ്ടായിരുന്ന, കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ, ഇത് എന്റെ വീട്ടിൽ ഉള്ള ഒരു ഉപയോഗിച്ച് തീരാറായ ഒരു കെച്ചപ്പ് ബോട്ടിലാണ്. ഞാൻ അതിന്റെ ലേബൽ കളഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ ഫൈൻ പ്രിന്റിൽ നോക്കിയാൽ ഈ ടേബിൾ കാണാൻ പറ്റുമോ? അത്ര ക്ലിയർ ആവുന്നില്ല, ടേബിളായിട്ട് കാണാം, പക്ഷെ നമുക്ക് വായിക്കാൻ ഓക്കെ ഓക്കെ, ഇതിന്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഞാൻ പിന്നെ ഗ്രൂപ്പിൽ സർക്കുലേറ്റ് ചെയ്യാം സെഷന്റെ. ഇപ്പൊ ഇതിൽ നമ്മൾ സെർവിങ് സൈസിന്റെ പറഞ്ഞാല് ഒരു ടിപ്പിക്കൽ ഫുഡ് ലേബൽ എടുത്താൽ, ഏതൊരു ഫുഡ് ഇന്ത്യൻ പ്രോഡക്റ്റിന്റെ ബാക്കിൽ എടുത്താലും ന്യൂട്രീഷണൽ ഫാക്ട്സ് എന്ന് പറയുന്ന ഒരു ചെറിയ കോർണർ ഇതുണ്ട്. ഇത്ര കുഞ്ഞു ബോട്ടിൽ ഇത്ര കുഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. ഫ്രണ്ടിൽ എങ്ങനെയാ കിടക്കുന്നത്, ബാക്കിൽ എങ്ങനെയാ കാണിക്കുന്നത്. അപ്പൊ ഇതാരും വായിക്കാറില്ല. ബട്ട് അവിടെയാണ് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം അതിനകത്ത് സെർവിങ് സൈസ് എന്ന് പറഞ്ഞ് കാണിക്കും, നമ്പർ ഓഫ് സെർവിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരു കോളം മുഴുവൻ 100 ഗ്രാംസിൽ എത്രയാണ് ഉള്ള ന്യൂട്രിയന്റ് വാല്യൂസ് കാണിക്കും, എനർജി, പ്രോട്ടീൻ, ഫാറ്റ്സ്, ആഡഡ് ഷുഗേഴ്സ്, അതൊക്കെ. പിന്നെ ഒരെണ്ണത്തിൽ പെർ സെർവിങ് സൈസും കാണിക്കും. ഇവിടെയാണ് ട്രിക്സ് ഇരിക്കുന്നത്. അവർ പറയുമ്പോൾ അവരെല്ലാം കാണിച്ചിട്ടുണ്ട്, നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണ് കുഴപ്പം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും കൺസ്യൂമർ കോർട്ടിൽ ആർക്കും എതിരെ ഒരു സ്യൂ ചെയ്യാൻ പറ്റത്തേ ഇല്ല. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ അവരെ ഔട്ട്സ്മാർട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മളിപ്പോ ബ്രാൻഡ്സ് ഔട്ട്സ്മാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ആദ്യത്തെ കാര്യം, ഒരു ഫുഡ് ലേബൽ എടുത്താൽ സെർവിങ് സൈസ് ഐഡന്റിഫൈ ചെയ്യാം.
അതാണ് ഇങ്ങോട്ട് വരുന്ന ഈ ഇവിടെ കിടക്കുന്നതിന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നോക്കിയാല് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റഡ് ബൈ വെയിറ്റ് ആയിരിക്കും കാണിക്കാൻ പോകുന്നത്, ഡിസെൻഡിങ് ഓർഡർ ബൈ വെയിറ്റ്. ഇപ്പൊ ഇതിനകത്ത് കാണിച്ചാല് എനർജി, പ്രോട്ടീൻ, ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ചെങ്കിലും 2-3 കോളംസ് എങ്കിലും. നമുക്കത് വായിക്കാൻ പറ്റത്തില്ല, കാണാം ഇങ്ങനെ ഓക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഇതിൽ ആദ്യം ഉള്ളത് എനർജി, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ടോട്ടൽ ഷുഗർ എന്ന് പറഞ്ഞ് താഴേക്കാ പോകുന്നത്. ഏറ്റവും താഴെ കൊളസ്ട്രോൾ, സോഡിയം ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ളതായിരിക്കും സാധാരണ ടോപ്പിൽ കാണുക ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിലുള്ളത്. അപ്പൊ എനർജി എന്നായിരിക്കും തുടങ്ങുക, മാക്രോ ന്യൂട്രിയൻസിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ലാർജസ്റ്റ് പോർഷൻ ഓഫ് ദ പ്രോഡക്റ്റ് എന്താണുള്ളത് അത് മേളിലുണ്ടാവും. ഈ ലിസ്റ്റ് മേളിലത്തെ ഒരു 3 എണ്ണെങ്കിലും നമ്മൾ നോക്കാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് ഒത്തിരി വ്യത്യാസം നമ്മുടെ പ്രാക്ടീസസിൽ വരുത്താൻ പറ്റും. ഇതിനകത്ത് എല്ലാത്തിലും ടിപ്പിക്കലി ഇവിടെ ഒരു 100 ഗ്രാമിന്റെ ഒരു കോളം കാണും. ഏത് ഫുഡ് ലേബൽ എടുത്താലും ന്യൂട്രിയൻ ടേബിൾ പെർ 100 ഗ്രാമിൻ്റെത് കാണും. അതാദ്യം നോക്കണം. എന്നിട്ട് എസെൻഷ്യൽ ഇൻഫർമേഷൻ കൊടുക്കും. സ്റ്റാൻഡർഡൈസേഷൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാക്കും. അതിൽ നിന്ന് നമുക്ക് റെഡ് ഫ്ലാഗ്സ് കണ്ടുപിടിക്കാൻ പറ്റും ഒറ്റ നോട്ടത്തില്. ഓരോരോ ഇൻഗ്രീഡിയന്റ് എല്ലാവർക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞാലും ഒറ്റയടിക്ക് ഒരു ഫസ്റ്റ് ഗ്ലാൻസിൽ ഇത് നമുക്ക് സൂട്ടബിൾ ആണോ അല്ലയോ എന്ന് ഇത്രയും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ടോട്ടൽ ഷുഗർ കണ്ടന്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടോട്ടൽ ഷുഗർ കണ്ടന്റ് 100 ഗ്രാംസിനകത്ത് 10 ഗ്രാമിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല, അല്ലെങ്കിൽ അതിനൊരു ലോ ഷുഗർ കാറ്റഗറി നമുക്ക് പെടുത്താനേ പറ്റില്ല. 100 ഗ്രാംസിൽ ഇത്ര കൂടുതലാ വരുന്നെങ്കിൽ. ഇപ്പോ ഇതിനകത്ത് എത്രയാന്ന് വെച്ചാല് എന്റെ കയ്യിലിരിക്കുന്ന കെച്ചപ്പ് ബോട്ടിൽ, ഇത് ടൊമാറ്റോ സോസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലിനിക്കിൽ ഇതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഡയബറ്റിക് പേഷ്യൻസ് ടൊമാറ്റോ സോസ് കഴിക്കും, കെച്ചപ്പ്, അവരത് ഡയബറ്റിക് ഫ്രണ്ട്ലി എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? പറയാമോ? ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയ എനിക്കെന്നല്ലേ നിങ്ങൾക്കെന്നല്ലേ അതുകൊണ്ട്. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. എനിക്ക് ആർക്കെങ്കിലും പേഴ്സണലി ഒരുപാട് പേര് കിട്ടാറുണ്ട് അങ്ങനെ. കെച്ചപ്പ് കഴിക്കാൻ കുറച്ചല്ലേ, കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ കെച്ചപ്പ് തന്നെ എക്സാമ്പിൾ എടുത്തത്. ഇപ്പൊ ഈ കെച്ചപ്പിനകത്ത് എന്റെ കയ്യിലിരിക്കുന്ന ഒരു ബോട്ടിൽ കെച്ചപ്പിന്റെ അകത്ത് ടോട്ടൽ ഷുഗർ 100 ഗ്രാമിൽ വന്നിരിക്കുന്നത് 29.2 ഗ്രാംസ് ആണ്. 100 ഗ്രാംസ്. ഇതിന്റെ സെർവിങ് സൈസ് എന്ന് പറയുന്നത് 15 ഗ്രാം, അതായത് ഒരു ടേബിൾ സ്പൂൺ. ഒരു ടേബിൾ സ്പൂൺ അറിയാമല്ലോ, അതാണ് ഒരു സെർവിങ് സൈസ്. ഇപ്പൊ ഒരു സാൻഡ്വിച്ച് കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പക്കോട കഴിക്കുന്നു, എന്തെങ്കിലും കഴിക്കുന്നു, ഇതിനകത്തുനിന്ന് ഒരു ടേബിൾ സ്പൂൺ ആണ്, അത്രയെങ്കിലും എല്ലാവരും എടുക്കും. അപ്പോ അതിനകത്ത് ആ ടേബിൾ സ്പൂണിനകത്ത് വന്നിരിക്കുന്ന ടോട്ടൽ ഷുഗർ, ഒറ്റ ടേബിൾ സ്പൂൺ വന്നിരിക്കുന്ന 4.4 ഗ്രാംസ്, അതായത് ഒരു ഫുൾ ടീസ്പൂൺ ഓഫ് ഷുഗർ വന്നു. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു ഡയബറ്റിക് ഫ്രണ്ട്ലി പേഷ്യന്റ് അവര് ചായയിൽ പഞ്ചസാര ഇടാറില്ല, പകരം സാൻഡ്വിച്ചിന്റെ കൂടെ കുറച്ച് കെച്ചപ്പ് അല്ലേ എടുത്തോളൂ, ഇത് കുറച്ചല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ചൈനീസ് എന്തെങ്കിലും കഴിക്കുക, ചൈനീസ് ഒക്കെ നോക്കി ടോട്ടാലിറ്റി വരുമ്പോ അതൊക്കെ ഒരു ഇഷ്യൂ ആവും. പക്ഷേ ഇതിന്റെ കുറച്ച് എന്ന് വിചാരിക്കുന്ന കെച്ചപ്പ് ഒരൊറ്റ ടീസ്പൂണിൽ നിന്ന് നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ ഒരു അര ചായന്റെ പഞ്ചസാര അതിൽ വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ അത്യാവശ്യം മധുരം കൺട്രോളിൽ കഴിക്കുന്ന ഒരു ചായന്റെ അകത്തു നിന്നുള്ളത് ഈ ഒരു ടീസ്പൂണിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞു. പക്ഷെ ഇത് എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പൊ ഇത് ക്ലിനിക്കിൽ നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പറഞ്ഞു വരുമ്പോ ഇച്ചിരി നൂഡിൽസ് കഴിച്ചു, അതിന്റെ കൂടെ കെച്ചപ്പ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം എത്ര ഷുഗർ അതുവഴി പോയിട്ടുണ്ട്. ഇത് ഒന്ന്. അതേപോലെ തന്നെ സോഡിയം. ഇപ്പോ ഓക്കെ, മധുരിക്കുന്നു, ഇതിനകത്ത് സോഡിയം ലെവൽ ഞാൻ പറഞ്ഞു തരാം. 400 മില്ലിഗ്രാം പെർ 100 ഗ്രാം സോഡിയം ഉണ്ടെങ്കിൽ അത് ഹൈ ആണ്. അതിന്റെ മേളിലേക്ക് വന്നാല് കെച്ചപ്പിന് ഒരു ലൈറ്റ് മധുരമാണുള്ളത്. ഇത് ഉപ്പ് ചുവയ്ക്കുന്നതായിട്ട് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. പക്ഷേ ഇതിനകത്ത് സോഡിയം 100 ഗ്രാമിൽ കൊടുത്തിരിക്കുന്ന എത്രയാന്ന് നോക്കൂ, 1110. കാണാൻ പറ്റുന്നുണ്ടോ എന്തോ? ഞാനത് മാർക്ക് ചെയ്യാം, ഒരു മിനിറ്റ്. എങ്കിലും മാർക്ക് ചെയ്ത ഒരു ഫിഗർ കാണുന്നുണ്ടോ? ഇല്ല.
ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു പിക്ചർ ഗ്രൂപ്പിൽ സർക്കുലേറ്റ് ചെയ്യാം. ഇതൊരു സാധാ കെച്ചപ്പാണ്. ഇതിനകത്തുനിന്ന് നമ്മൾക്ക് ടേസ്റ്റ് ആയിട്ട് ഒരു ലൈറ്റ് മധുരം അറിയുന്ന എല്ലാവരും വിചാരിക്കും ടൊമാറ്റോ അല്ലേ അതല്ലേ. വേറെ ഇപ്പം പൾപ്പിന്റെ ഇൻഗ്രീഡിയൻസിൽ പോയാൽ ഇതിലും വലിയ കാര്യങ്ങൾ അറിയണ്ട, നമുക്ക് തൽക്കാലം വിടാം. പക്ഷെ ബേസിക് ആയിട്ട് വരുന്ന സോഡിയം മാത്രം 400 ഗ്രാംസ് പ്ലസ് വന്നത് ഹൈ സോഡിയം ആണ്. 100 ഗ്രാമിന് ഇതിനകത്ത് 100 ഗ്രാമിൽ 1110 മില്ലിഗ്രാംസ് ഓഫ് സോഡിയം ആണ് ഈ ഇതിൽ തന്നെ വരുന്നത്. അതിനകത്ത് ഇപ്പോൾ ഒരു സെർവിങ് സൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന 15 ഗ്രാമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എത്രയാണെന്ന് അറിയാമോ? 166.5. ഇത് ഒരൊറ്റ ടേബിൾ സ്പൂൺ ഓഫ് നമ്മൾ കെച്ചപ്പ് കഴിക്കുമ്പോൾ വരുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇത് അറിയാമായിരുന്നോ? ഇത് അറിയുന്നവരുണ്ടായിരുന്നോ ഇവിടെ? ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പൊ ഈ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിരുപദ്രവകാരി എന്ന് നമ്മൾ എന്നുവെച്ചാൽ സ്ഥിരമായി പറഞ്ഞേക്കുന്ന ഒരു കാര്യം, കുറച്ച് ഇച്ചിരി എടുത്തുള്ളൂ ഒരു ഇച്ചിരി ഒക്കെ ആവാം. ഇച്ചിരിയിലുള്ള ഒത്തിരി കാര്യത്തിന് ഈ ഒരു സിമ്പിൾ എന്റെ കിച്ചണിൽ നിന്ന് എടുത്ത് തീരാറായ ഒരു കുപ്പി തന്നെ. ഇതുപോലെ നമ്മൾ ഓരോന്നോരോന്ന് ഡീകോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ അറിയാതെ എത്ര കാര്യങ്ങൾ ഇതുപോലെ ഉള്ളിൽ പോകുന്നുണ്ട്. നമ്മളുടെ ക്ലിനിക്കൽ ഔട്ട്കംസ് എന്തുകൊണ്ട് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഒരു വലിയ എക്സാമ്പിൾ, ഒരു സിമ്പിൾ സോസ്. ഇനി കുറച്ച് കോമൺ റെഡ് ഫ്ലാഗ്സ് നോക്കാം. ഒന്ന്, മൾട്ടിപ്പിൾ ആഡഡ് ഷുഗർ ഉണ്ടെങ്കിൽ, ഇപ്പോ അഗൈൻ ഈ ബോട്ടിലിനെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാമെങ്കിൽ ഇതിനകത്ത് ആഡഡ് ഷുഗർ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ടോട്ടൽ ഷുഗർ 29.2, ആഡഡ് ഷുഗർ 26. അപ്പൊ ഒരു 3.2 എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് ഇതിനകത്ത് ലിസ്റ്റഡ് പോലും അല്ല, ചിലതിനകത്ത് ലിസ്റ്റഡ് ആയിരിക്കും. സോ ബേസിക്കലി മൾട്ടിപ്പിൾ ആഡഡ് ഷുഗർ ഇതിലുണ്ട്. അത് തന്നെ നമുക്കൊരു റെഡ് ഫ്ലാഗ് ആണ്. ഇതൊരു പെർട്ടിക്കുലർ ബ്രാൻഡിനല്ല, അതുകൊണ്ട് ബ്രാൻഡ് കളഞ്ഞിരിക്കുന്നത്. ഇതേപോലെ വരുന്ന എല്ലാ ബ്രാൻഡ്സും നമുക്ക് പ്രശ്നം തന്നെയാണ്. ആൻഡ് മിക്കവാറും എല്ലാ ബ്രാൻഡ്സും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം ഇപ്പൊ നമ്മൾ ഓരോന്നോരോന്ന് കളഞ്ഞ എന്ത് കഴിക്കുന്ന ഒരു ക്വസ്റ്റൻ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അതിലേക്ക് അവസാനം വരാം. പിന്നുള്ളത് അൺഫെമിലിയർ അഡിറ്റീവ്സ്. ഇപ്പോ ഈ ഇരിക്കുന്ന ബോട്ടിലിന്റെ താഴെ എഴുതിയിട്ടുള്ള കാര്യമാണ് ഇൻഗ്രീഡിയൻസ്: വാട്ടർ, ടൊമാറ്റോ പേസ്റ്റ്, ഷുഗർ, സോൾട്ട്, acidity regulator, stabilizers, preservative, onion powder, garlic powder, spices and condiments. പ്രിസർവേറ്റീവും ഇതൊക്കെ ഉണ്ടെന്ന് ഇതിനകത്ത് തന്നെ നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പോട്ടെ, നമുക്ക് ഒട്ടും പ്രിസർവേറ്റീവ് ഇല്ലാതെ ജീവിക്കാന്ന് പറയുന്നതും പ്രാക്ടിക്കൽ ഒന്നുമല്ല. പക്ഷേ ക്വാണ്ടിറ്റിന്റെ ഇതാ നോക്കുക, ഇതിനൊക്കെ എത്ര ലോങ് ഷെൽഫ് ലൈഫ് ഉള്ളതാണെന്ന് അറിയാം. അങ്ങനെയുള്ളിടത്ത് ഇതൊക്കെ ഒത്തിരി ഓവർലോഡഡ് ആയിരിക്കും. അപ്പൊ അൺഫെമിലിയർ അഡിറ്റീവ്സ് എന്തെങ്കിലും കണ്ടാൽ അതും റെഡ് ഫ്ലാഗ് ആണ്. അൺഫെമിലിയർ അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അൺഫെമിലിയർ ആയിരിക്കും. ഇത് നോക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. ഫ്ലിപ്പ് ദ പാക്ക് എന്ന് ഞാൻ ഇതിനെ വിളിക്കുന്ന. പാക്ക് ഫ്ലിപ്പ് ചെയ്യുക, ഫ്രണ്ടിൽ മാത്രം നോക്കാതെ ഫ്ലിപ്പ് ചെയ്ത് ബാക്കിൽ നോക്കുക. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ അൺഫെമിലിയർ ഏതാണെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരും. അറ്റ്ലീസ്റ്റ് അത് നമുക്കൊരു റൗണ്ട് ഓഫ് എക്സ്ക്ലൂഷൻ ആക്കാൻ പറ്റും. പിന്നെ എക്സ്റ്റെൻഡഡ് ഷെൽഫ് ലൈഫ്. ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡഡ് ആയിരിക്കുന്നത് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഈ പറഞ്ഞ ഇതെല്ലാം പ്രശ്നം തന്നെയാണ്. ലോ ക്വാളിറ്റി പ്രോട്ടീൻ സോഴ്സസ്. ലോ ക്വാളിറ്റി പ്രോട്ടീൻ സോഴ്സസ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ പോരാതെ വരും. തൽക്കാലം സോയ് ഐസൊലേറ്റ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഞാനൊരു ചീറ്റ് ഷീറ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ, ക്ലാസ് കഴിയുമ്പോൾ ഡോക്ടേഴ്സിന്റെ ഒരു ഡീകോഡ് ഇത് തരുന്നുണ്ട്. അതിനകത്ത് ഇതൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്തേക്കാം. സോയ് ഐസൊലേറ്റ്സ് വരുന്ന പ്രോട്ടീൻസ് അത് ലോ ക്വാളിറ്റി ആയിരിക്കും. പിന്നെ അൾട്രാ പ്രോസസ്ഡ് പ്രോഡക്ട്സ്. അൾട്രാ പ്രോസസ് ടെക്സ്റ്റേഴ്സ് ഉള്ളത്. ഇപ്പം ഇതും അതിനും ഒരു എക്സാമ്പിൾ ആണ്. കാരണം നമ്മൾ വീട്ടിൽ അരച്ച ഇത് ഇത്ര സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടില്ല. ഞങ്ങൾക്കൊക്കെ പ്രാക്ടിക്കലിന് കോളേജിൽ ഇതുവല്ല നമ്മൾക്ക് ഫുഡ് ലാബിൽ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പ്രാക്ടിക്കലിൽ ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിൽ സ്മൂത്ത് ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, എത്ര പൾപ്പിയാന്ന് പറഞ്ഞാലും. അപ്പം നാച്ചുറലി അതിനകത്ത് അത്രയും കൂടുതൽ അഡിറ്റീവ്സ് പോയിട്ടുണ്ട് ഇതിന് ഈ ടെക്സ്ചർ കിട്ടണമെങ്കിൽ പോലും. എത്ര സിൽക്കി ആയിട്ടിരിക്കുന്നു അത്രയും കൂടുതൽ ടെക്സ്ചർ. ഇമ്പോർട്ടന്റ് വേറൊരു ഈസി കാര്യം വീട്ടിൽ ചെയ്ത് നോക്കുന്ന പീനട്ട് ബട്ടർ അല്ലെങ്കിൽ എനി ഫോം ഓഫ് നട്ട് ബട്ടർ. നമ്മൾ വീട്ടിൽ തന്നെ മിക്സിയിൽ ചുമ്മാ കറക്കി എടുത്താൽ നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ ഒരു സാധനം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു തുള്ളി വെള്ളത്തിന്റെ ആവശ്യമില്ല, ഓയിലിന്റെ ആവശ്യമില്ല, ഒന്നുമില്ല.
കപ്പലണ്ടി കുറച്ചെടുക്കുക റോസ്റ്റഡ്, അത് നമ്മൾ മിക്സർ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുത്ത 5 മിനിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് പീനട്ട് ബട്ടർ കിട്ടും. പക്ഷേ എത്ര 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 അരച്ചോ നമുക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന അതേ ടെക്സ്ചർ സ്മൂത്ത്നെസ്സിൽ കിട്ടാൻ ഒരു സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇതിൽ കിട്ടത്തില്ല. നാച്ചുറലി അതിനകത്ത് സാധനം പോകുന്നുണ്ട് ഇത്ര സോഫ്റ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ അൾട്രാ പ്രോസസ്ഡ് ആണ്. അത് തിരിച്ചറിയണമെങ്കിൽ ഫുഡ് ലേബൽ നോക്കുന്ന ഒരു ഹാബിറ്റ് തുടങ്ങണം. ഫസ്റ്റ് ഡേയിലൊന്നും ആവില്ല, അങ്ങനെ വേണം. ഓക്കെ, ഇതില് ഇപ്പൊ ഡോക്ടേഴ്സിന് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ക്ലിനിക്കൽ പേഷ്യൻസ് വരുമ്പം ഈ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റില്ല. ബട്ട് ആസ് എ ബിഗിനിങ് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻറ്റ് ചെക്ക് ലിസ്റ്റ് നോക്കാൻ തുടങ്ങുക. ഇത് പേഷ്യൻസിനോട് പറയുക, അവരെ അവെയർ ആക്കുക. അവയർനെസ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ബിഗിൻ വിത്ത് എ തെറോ എക്സാമിനേഷൻ ഓഫ് ദി ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ്. അതിനകത്ത് കോമ്പണൻസ് വായിക്കാൻ തുടങ്ങുക. ഐഡന്റിഫൈ എനി അൺവാണ്ടഡ് അഡിറ്റീവ്സ് ഓർ ഹിഡൻ ഷുഗേഴ്സ്. കുറച്ചൊക്കെ പറയാൻ പറ്റും. ആദ്യത്തെ ഒരു 1 വീക്ക് എങ്കിലും നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇത് നോക്കുന്നത് ഒരു ശീലമാക്കിയ, ഒന്നുമില്ലെങ്കിൽ എല്ലാത്തിലും കാണുന്നത് എന്താ കാണാത്തത് എന്താ അത്രയും ഒരു ഇത് വരും. ഇത് വരുന്ന പേഷ്യൻസിനൊക്കെ ശീലമാക്കുക. കാരണം ഏത് ഗിവൺ രോഗങ്ങൾ എടുത്താലും, പ്രത്യേകിച്ചും ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ എടുത്താൽ ഫുഡ് ഇതിന്റെ ഉപയോഗം, റോങ് ആയിട്ടുള്ള ഉപയോഗം ഒരു വലിയ കാരണമാണ്. ഐഡന്റിഫൈ ഹിഡൻ ഇൻഗ്രീഡിയൻസ്. അപ്പം ഓൾട്ടർനേറ്റീവ് നെയിംസ്, ഇപ്പൊ ഷുഗറിനും സോൾട്ടിനും ട്രാൻസ്ഫാറ്റിനും ഒക്കെ ഈ സിമ്പിൾ പേരിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്സ് കാണുന്നവരും അറ്റൻഡ് ചെയ്യുന്നവരും എടുക്കുന്നവരുമാണ്. സെമിനാർസും വെബിനാർസും ഒക്കെ നടക്കുന്നുണ്ട്. ഈ പേരിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിനെ മറിക്കാൻ ഷുഗറിന് മാത്രം ഒരു 20 ഡിഫറെന്റ് പേര് അവൈലബിൾ ആണ്. നമുക്ക് മനസ്സിലാവാത്തത് പോലെ, പെട്ടെന്ന് പിടികിട്ടാത്തത് പോലെ 4-5 എണ്ണമെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതിനൊരു 20 എണ്ണമെങ്കിലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ലിസ്റ്റ് ഞാൻ തരാം. അപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിനെ പതുക്കെ പതുക്കെ, അത് ഓവർ ഇൻഫർമേഷൻ ആണെന്ന് ആരും വിഷമിക്കണ്ട. കാരണം ഇന്ന് എല്ലാവരും ഗൂഗിളിൽ നോക്കിയാണ് എല്ലാം വാങ്ങിക്കുന്നത്. പ്രോട്ടീനിൽ സോയ ഐസൊലേറ്റ് എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. അത് പൊട്ട ഇൻഫർമേഷൻ ആണെങ്കിലും വളരെ കോൺഫിഡന്റ്ലി നമ്മളെ പഠിപ്പിക്കുന്നവരാണ് ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അത് ഓവറായി പോയി എന്ന് വിചാരിക്കാൻ പറ്റില്ല. അവർക്ക് വേറെ ഇഷ്ടംമാതിരി റിസോഴ്സസ് ഉണ്ട്. അവിടുന്ന് റോങ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അവരെ ട്രീറ്റ് ചെയ്ത് നമ്മുടെ തന്നെ പേര് കേടാവും. അതിലും നല്ലത് നമ്മളെ ഇച്ചിരി എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചെയ്യേണ്ടത് കമ്പയർ 100 ഗ്രാം പെർ സെർവിങ് നോക്കരുത്. ഇപ്പൊ ഇതിന്റെ പെർ സെർവിങ് 15 ഗ്രാമാ. ഇതിനകത്ത് 15 ഗ്രാമിന്റെ എനർജി നോക്കിയാൽ 19.8 കിലോ കാലറീസ്, 20 കിലോ കാലറീസ് നമുക്ക് നോക്കുമ്പോൾ ചെറിയ എമൗണ്ട് ആയിട്ട് തോന്നും. പക്ഷെ പ്രൊപ്പോർഷണലി എത്ര വരുന്നു എന്നുള്ളത് 100 ഗ്രാംസിനെ നോക്കുമ്പോഴേ അറിയുന്നത്. 132 കിലോ കാലറി വരുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് വേണം ഇത് കൂടുതലാണോ കുറവാണോ എന്ന് ജഡ്ജ് ചെയ്യാൻ. ഇതിന്റെ സ്മോൾ സെർവിങ് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇഗ്നോർ ഫ്രണ്ട് ഓഫ് പാക്ക് ക്ലെയിംസ്. മുൻവശത്തെ ക്ലെയിംസിനെ മറന്നേ കളഞ്ഞേക്കുക. ഇപ്പൊ അതൊരു റാൻഡം പിക്ക് ആയതുകൊണ്ട് ഈ ബോട്ടിലിന് മുൻവശത്ത് അങ്ങനെ പ്രത്യേകിച്ച് ക്ലെയിം ഒന്നും ഇല്ല. ഇത് അധികം ആരും അറിയപ്പെടാത്തൊരു ബ്രാൻഡ് ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പം വെറുതെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കെലോക്സ് കോൺഫ്ലേക്സിന്റെ ഒരു സ്പെഷ്യൽ കെ ഉണ്ട്, കിഡ്സ് കെ ഉണ്ട്. കോൺഫ്ലേക്സ് ഇസ് കോൺഫ്ലേക്സ്. ദർ ഇസ് നോ സ്പെഷ്യൽ കോൺഫ്ലേക്സ് അറ്റ് ഓൾ. അവരുടെ സിമ്പിൾ റോൾഡ് കോൺഫ്ലേക്സ് എടുത്താലും സ്പെഷ്യൽ എടുത്താലും അങ്ങനെ തന്നെയുള്ളൂ. സ്പെഷ്യലിനകത്ത് ഒരു മാജിക്കൽ ഇൻഗ്രീഡിയന്റും ഇല്ല. എപ്പോഴെങ്കിലും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോ ഫ്രണ്ട് ഓഫ് ദ പാക്ക് ക്ലെയിംസിനെ മറന്നേ കളഞ്ഞേക്കാൾ നോക്കണ്ട. അത് അവിടെ വെറുതെ ഒരു ഭംഗിക്ക് വെച്ചിരിക്കുന്ന, നമ്മൾക്ക് എപ്പോഴും ബാക്ക് സൈഡിൽ മാത്രമേ നമ്മൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ ന്യൂട്രീഷണൽ ഇൻഫർമേഷനും ക്ലിനിക്കൽ സിംറ്റംസും ആയിട്ട് കോറിലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ക്ലിനിക്സിൽ ഡോക്ടേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും അത് ചെക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ അറിയാതെ വില്ലനായിട്ട് കളിക്കുന്ന ഒരു വലിയ കാര്യമാണിത്. ഓക്കെ, ഇപ്പൊ ലൈവായിട്ട് എനിക്ക് ചെയ്യണമായിരുന്നു, അതിനാ ഞാൻ ഇത് എടുത്തത്. ഇതാണ് ഒരു റഫ് ഐഡിയ. ഇന്നത്തെ നമുക്ക് 1 hour ഇത്രേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐ എം ഓപ്പൺ ഫോർ ഇറ്റ്. ആർക്കെങ്കിലും കുറച്ച് സമയം ആദ്യം പോയത് കൊണ്ട് കുറച്ച് ഞാൻ സ്പീഡിൽ എടുത്തോന്ന് എനിക്കൊരു സംശയമുണ്ട്, ടൈം പോയത് കൊണ്ട്. പക്ഷെ നമുക്ക് സമയമുള്ളത് കൊണ്ട് ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻസ്. ആർക്കെങ്കിലും ചോദിക്കാമെങ്കിൽ ചോദിക്കാം. അതെ, അടുത്തൊരു സെക്ഷനും കൂടെ ഇതിന് ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ടേ ഒന്നുകൊണ്ട് നിർത്താതെ. ഇപ്പൊ നമുക്കൊരു റഫ് ഐഡിയ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡ് ഇതിന് ആയിട്ട് എന്റെ ക്വയറ്റ് ഇതിനൊരു ചീറ്റ് ഷീറ്റ് ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക്.
ഇതിനൊരു ചീറ്റ് ഷീറ്റ് ഞാൻ ഡോക്ടർ ധനീഷിന്റെ കയ്യിൽ ഞാൻ സെൻഡ് ചെയ്തേക്കാം. അറ്റൻഡീസിന് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗറിന്റെ ഐഡന്റിഫയബിൾ നെയിംസ്, സോഡിയത്തിന്റെ ഐഡന്റിഫയബിൾ നെയിംസ്, ഇതിന്റെ ഒരു റഫ് PDF ഞാൻ കൊടുത്തേക്കാം. ചീറ്റ് ഷീറ്റ് ആയിട്ട് ഒരു ഇതായിട്ട് അത് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട്. ക്ലിനിക്കിൽ യൂസ് ചെയ്യാവുന്ന പോലെ ഞാൻ മണ്ടേക്കകം അത് കൊടുത്തേക്കാം. അതല്ലെങ്കിൽ ഞാൻ ക്വയറ്റ് മോങ്ക് വഴി എന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ഇതിന്റെ ഇങ്ങനത്തെ ഉള്ള ഷോർട്ട് കോഴ്സസ് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടും അതെ, ലേ പീപ്പിളിന് വേണ്ടിയിട്ടും അതെ. അതായത് ഓരോ ദിവസവും ഓരോ മൊഡ്യൂൾ വെച്ചിട്ട് എല്ലാ ദിവസവും ഇപ്പൊ ഇന്ന് ഷുഗർ എടുക്കുക, നാളെ സോൾട്ട് എടുക്കുക, ഇതിന്റെ ഐഡന്റിഫൈ ഇങ്ങനെ ടിക്കറ്റ് സൈസിൽ കോഴ്സസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പ് ആയിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. എന്റെ ക്വയറ്റ് മങ്ക് ഇൻസ്റ്റഗ്രാം പേജിൽ അതിന്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീക്കിനുള്ളിൽ പബ്ലിഷ് ആവും. ഒരു ഒരു സംശയം വന്നിട്ടുണ്ട്. ഹലോ, ഒരു ആർക്കോ സംശയം ക്വസ്റ്റ്യൻ? ഒരു സംശയം വന്നിട്ടുണ്ട്. റോക്ക് സോൾട്ട് നോർമൽ പറയൂ. സോൾട്ടിൽ നിന്നുള്ള വാട്ട് അബൌട്ട് റോക്ക് സോൾട്ട് ദാൻ നോർമൽ സോൾട്ട് മാം? ഒരു ക്വസ്റ്റ്യൻ വന്നത്. വാട്ട് അബൌട്ട് റോക്ക് സോൾട്ട് ആൻഡ് നോർമൽ സോൾട്ട്? ദാൻ നോർമൽ സോൾട്ട്. സോഡിയം കോണ്ടന്റ് ഇതിന്റെ എല്ലാം കണക്ക് തന്നെയായിരിക്കും. മൈനർ ഡിഫറൻസസ്. സോഡിയം കോണ്ടന്റ് ആണ് നമ്മൾ ആക്ച്വലി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം അതിനകത്ത് വ്യത്യാസം റോക്ക് ആയാലും ശരി, അല്ലാത്ത പൗഡർ ആയാലും ശരി, അതല്ലെങ്കിൽ ഇപ്പൊ ബ്ലാക്കോ എപ്സമോ ഒക്കെ എടുത്താലും സോഡിയം കോണ്ടന്റ് മോർ ഓർ ലെസ് സെയിം. വലിയ ഡിഫറൻസ് അതിൽ വരാനില്ല. ജയചന്ദ്രൻ ഡോക്ടർ എന്തെങ്കിലും ചോദിക്കുന്നു? ഹലോ, അല്ല, ഞാനേ ചോദിക്കാൻ വന്നത്, ഇപ്പോ നമ്മുടെ മാഡം ഈ ഓരോരോ ഇൻഗ്രീഡിയൻസിന്റെ ഇത് കെമിക്കൽ നെയിമും മറ്റ് അതിന്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ കൂടുതലും കാത്തിരുന്നത് ഓരോരോ അസുഖമായിട്ട് ഓരോരോ രോഗികൾ വരുമ്പോൾ അവരുടെ ആരോഗ്യമൊക്കെ പോഷിപ്പിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഡയറ്റിനെ പറ്റി ആണ് നമ്മളങ്ങനെ കാതോർത്തിരുന്നത്. അപ്പൊ അടുത്ത ഫുഡ് ലേബലിനെ കുറിച്ചായിരുന്നില്ലേ നമ്മുടെ ടോപ്പിക്? ഇന്നത്തെ ടോപ്പിക് നമ്മളുടെ ഫുഡ് ലേബൽ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു സെഷൻ ചെയ്യാം. നമുക്ക് താല്പര്യമുള്ള ലിസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാം. അത് മനസ്സിലായി, നല്ലതാണ്. ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി. എന്നാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വേണം. ഓരോരോ രോഗികൾ വരുമ്പോൾ അവർക്ക് ഏതെല്ലാം ആഹാരം കഴിക്കാം, കഴിച്ചുകൂടാ എന്നുള്ള രീതി നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ക്ലാസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ലിസ്റ്റ് കൊടുത്തെങ്കിൽ ഡോക്ടർ ധനീഷിനടുത്തോ ഡോക്ടർ മരിമത്ത് ആരെങ്കിലും കൊടുത്താൽ അതിന് ബേസ് ചെയ്ത സെഷൻസ് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ഫുഡ് ലേബൽ ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒന്നും ഇൻക്ലൂഡ് ആവാതിരുന്നത്. ഇനി എന്തെങ്കിലും സംശയം വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ആൻസർ ചെയ്യണേ. നമുക്ക് സമയം നമുക്ക് 5 മിനിറ്റ്. ഫുഡ് ലേബലിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചിരുന്നു. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. 5 മിനിറ്റോടെ ഉള്ളു. ഹാൻഡ് റൈസ് ചെയ്യണേ. ഞാൻ ഫുഡ് ലേബലിനെ കുറിച്ച് പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതുപോലെ സമയത്ത് തീരില്ലെന്ന് എനിക്ക് പേടി. അല്ല, അത് ശരിക്കും പറഞ്ഞ എല്ലാരും ഒന്ന് ഷോക്കായി ഇരിക്കുകയാണ്. ഇത്രയും നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദിക്കാൻ ആദ്യം ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടുള്ളൊരു ഈ ടോപ്പിക്സ് എടുത്തത് തന്നെ എന്ന് വെച്ചാൽ ലേ പീപ്പിളിന്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആ കോഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്തത്. അതാണ് ഞാൻ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ വരുമായിരിക്കും എന്ന് വെച്ചാൽ അസുഖങ്ങളെ കുറിച്ച് എല്ലാവരും എപ്പോഴും സംസാരിക്കുന്നതാണല്ലോ. അതിലൊരു മാഡം, ഒരു ഡൗട്ട്. എക്സ്പയറി ഡേറ്റ് ഇല്ലേ, എക്സ്പയറി ഡേറ്റ് നമ്മളിപ്പോ ഒരു ഫുഡ് പാക്കിംഗ് പൊട്ടിച്ചാല് എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ. അപ്പൊ കോസ്മെറ്റിക്സിനൊക്കെ നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് അതിന്റെ ഒരു ടൈം നമ്മൾ കാണാറുണ്ട്. ചില സാധനങ്ങള് കഴിഞ്ഞാൽ അതിൽ 3 months ഉണ്ടെങ്കിലും അത്രയും നാൾ ഉപയോഗിക്കാൻ പറ്റുകയില്ല ആക്ച്വലി, അല്ലേ? പൊട്ടിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അല്ല, അതിൽ എക്സ്പയറി ഡേറ്റ് 3 months കാണും. നമ്മൾ നോക്കുമ്പോൾ 3 months ഉണ്ട്. പക്ഷെ പൊട്ടിച്ചു കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റിന് വ്യത്യാസം വരുമല്ലോ കുറച്ചുകൂടെ. പൊട്ടിച്ചു കഴിഞ്ഞാൽ കോസ്മെറ്റിക്സിനാണെങ്കിലും ഫുഡിനാണെങ്കിലും എക്സ്പയറി ഡേറ്റ് വരും. ഇച്ചിരി ഡീസന്റ് ബ്രാൻഡ്സ് ഒക്കെയാണ് അതിന് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ടാവും. ഇത്ര മൊത്തത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന ഒരു എക്സ്പയറി ഡേറ്റും കാണും. അത് കഴിഞ്ഞാൽ ഫിനിഷ് ബിഫോർ ഈ ഡേറ്റ് ആഫ്റ്റർ ഓപ്പണിംഗ് എന്നുള്ള ഒരു ലൈനും ഇച്ചിരി ഡീസന്റ് ബ്രാൻഡ്സിനൊക്കെ കാണും. അപ്പോ അങ്ങനെയുള്ള നമ്മൾ ഇതുപോലുള്ള ലേബൽ ഇൻഫർമേഷൻ കറക്റ്റ് ആയി കിട്ടുന്നത് നോക്കി ആദ്യത്തെ കാര്യം ലേബൽ ഇല്ലാത്തത് വാങ്ങിക്കാതെ ഇരിക്കുക.
നമ്മൾ ബ്രാൻഡ് ചൂസ് ചെയ്യുന്നത് ഇപ്പൊ അത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചു, ഇത് എല്ലാത്തിലും പ്രശ്നമാണെങ്കിലും നമ്മൾ എന്ത് കഴിക്കും എന്നുള്ളത്. അപ്പൊ അതിപ്പോ ഞാൻ തന്നെ അതിന് ആൻസർ പറയാം. ആദ്യത്തെ കാര്യം പിക്കി ആവുക. നമുക്ക് അധികം ചോയ്സ് ഉണ്ടായില്ല എന്ന് വരും, പക്ഷെ അതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതിനൊരു മൂവ്മെന്റിന് വേണ്ടിയിട്ട്. ഇത് ഒന്നുമില്ലെങ്കിൽ ആൾക്കാർ എത്ര കൂടുതൽ അവയർ ആവുന്നു അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് റേസ് ആവും. അപ്പൊ നമ്മൾ നേരിട്ടല്ലെങ്കിൽ ഒരു മാസ് അവയർനെസ് വരുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് റേസ് ആകും. ആരെങ്കിലും ഒക്കെ ഇതിനെക്കുറിച്ച് ശബ്ദം ഉയർത്താനുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ബേസ് ലൈൻ എല്ലാ വർഷവും നല്ല നല്ല ബ്രാൻഡ്സിന്റെ മാർക്കറ്റ് സ്റ്റഡി റിസർച്ച് അവർ നടത്തും അവരുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ. അവിടുന്ന് ഇതിന്റെ സെയിൽസ് കുറയുന്നെന്ന് കാണുമ്പോൾ തന്നെ അവർ പുതിയ ഇംപ്രൂവ്മെന്റ് അല്ലേ, അത് ഏറ്റവും സ്ലോവസ്റ്റ് ആൻഡ് സൈലന്റ് വേ. അപ്പൊ നമ്മൾ അറിവ് സ്പ്രെഡ് ചെയ്യുക, നമ്മൾ ഫ്ലിപ്പ് ദ പാക്ക്. അതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് അത് തന്നെ. ജസ്റ്റ് പാക്ക് ഫ്ലിപ്പ് ചെയ്ത് ബാക്കിൽ വായിക്കാൻ തുടങ്ങുക. ആദ്യം ഈ പറഞ്ഞതുപോലെ പിഗ്ലാറ്റിനും ഫ്രഞ്ചും ഒക്കെ പോലെ തോന്നും, പക്ഷെ 1-2 പ്രാവശ്യത്തെ നിങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ് കഴിയുന്നതോടെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി തുടങ്ങും. ഞാൻ അതൊരു സ്റ്റാർട്ടാണ്. കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഗ്രൂപ്പ് സെഷൻസ്, ഗ്രൂപ്പ് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സിനാണെങ്കിലും 10 പേരുടെ ഗ്രൂപ്പ് ആയിട്ടൊക്കെ ജോയിൻ ചെയ്താൽ നമുക്ക് ഡിസ്കൗണ്ടഡ് കോഴ്സ് ചെയ്യാം. അതിനകത്ത് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് വെൽ എക്വിപ്ഡ് വിത്ത് അതിന്റെ ചീറ്റ് ഷീറ്റും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും വിത്ത് വീഡിയോസ്. അപ്പം 1 വീക്കിന്റെ കോഴ്സ് ആയിരിക്കും. ഡെയിലി സ്വന്തം പേസിൽ ചെയ്യാവുന്നത്. വൈറ്റ് മങ്കിന്റെ ഇതിൽ കിട്ടും. മാഡം, അപ്പൊ നമുക്ക് ഈ പറയൂ. മെഡിസിന്റെ ഒക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. അതുപോലെ ഈ ഫുഡ് പ്രോഡക്റ്റിനൊക്കെ എക്സ്പയറി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൽ എന്താണ് വ്യത്യാസം, മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അതിനകത്തെ ഇൻഗ്രീഡിയൻസ് ഓക്കെ, അത് സിമ്പിൾ ആണ്. അതിനകത്ത് ഇൻഗ്രീഡിയൻസിന്റെ ഇതനുസരിച്ച് ചിലത് റാൻസിഡ് ആകും, ചിലത് അതിനകത്ത് തന്നെ മൈക്രോബ്സ് ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ ഗട്ടിനെ അത് എഫക്ട് ചെയ്യും. പലതിനും പല ഇതായിരിക്കും. നമ്മുടെ ഇൻഗ്രീഡിയന്റ് അനുസരിച്ചാണ് അതിന്റെ പ്രശ്നം വരിക. ഇപ്പൊ ഫംഗസ് ഗ്രോത്ത് വന്നിരിക്കുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ അച്ചാർ പോലെ വെച്ചിരിക്കുന്ന അതൊരു സോൾട്ട്, ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവാ. അതിനിപ്പോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് എക്സ്പയറി നമ്മൾ ഒരു ടൈം വെക്കുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ സ്റ്റോറേജ് കണ്ടീഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടും കേടാകാം, 1 വർഷം കൊണ്ടും കേടാകാം. അപ്പൊ വൺസ് അത് കേടായി തുടങ്ങി അങ്ങനെയുള്ളതിനകത്ത് യൂഷ്വലി ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പൊ നമ്മൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും, നമ്മളുടെ ഗട്ടിനെ എഫക്ട് ചെയ്യും. അതല്ലാതെ ഇപ്പൊ ഹൈലി പ്രോസസ്ഡ് ആയിട്ട് ഒരു സാധനം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അത് റാൻസിഡ് ആയി പോവാണെന്ന് വിചാരിക്കുക, അത് റാൻസിഡ് ആവും. അപ്പൊ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഗട്ടിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ അതിനകത്ത് വരുന്ന മൈക്രോബിയൽ ഗ്രോത്ത് അനുസരിച്ച് സിംറ്റംസ് വരും. സ്കിന്നിലും പ്രശ്നങ്ങൾ വരാം, ചിലർക്ക് ഉള്ളിൽ മാത്രം വരാം. അതാ ഏത് മൈക്രോബിയൽ ഇതാണ് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ലാബിലനുസരിച്ച് ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. അത് ഒത്തിരി സ്പെസിഫിക് ആണ്, ഓരോ ഫുഡിന്റെയും സ്പെസിഫിക് ആണ്. നന്ദി. നമുക്ക് സമയം ആയി പോയി, 10:30 അതുകൊണ്ട് ഇടപെടുകയാണ്. ജയലളിത ഡോക്ടർ നന്ദി പറയേണ്ടതാണ്. ജയലളിത ഡോക്ടറെ. താങ്ക് യു മറിയാമ്മ ഡോക്ടറെ, വിളിച്ചതിൽ നന്ദി. നല്ല സെഷനായിരുന്നു മാം. കാരണം വെരി ഇൻഫോർമേറ്റീവ്. അറിയില്ലായിരുന്നു ഇങ്ങനെ ലേബലില് ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളത് അറിയില്ലായിരുന്നു. ബാക്കിൽ നോക്കി അറിയില്ലായിരുന്നു അത്. എന്തായാലും അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതും നമ്മളുടെ ശരിക്കും പറയണമെങ്കിൽ നമ്മളുടെ ക്ലിനിക്കലി ഇപ്പൊ പേഷ്യൻസ് വരുമ്പോ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടൊമാറ്റോ സോസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് വരുന്ന ആ ഷൂട്ടപ്പ്, ആ ഡയബറ്റീസിൽ വരുന്ന ആ ഷൂട്ടപ്പ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു സെഷൻ കൊണ്ട് നല്ലപോലെ മനസ്സിലായി. എന്തായാലും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഇനിയും ജയൻ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളുടെ ഡിസീസ് സംബന്ധിച്ചുള്ള ഒരു ക്ലാസ്സും കൂടി ഇനി വെക്കണം എന്നൊരു അപേക്ഷയുണ്ട്. പിന്നെ അതെ, ഇവര് ചർച്ച ചെയ്തിട്ട് പറയും കേട്ടോ. എന്തായാലും എന്റെ മകളും ഡയറ്റീഷ്യൻ തന്നെയാണ്. അപ്പൊ നല്ലൊരു സെഷൻ ആയിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓക്കെ, താങ്ക് യു. ഐയുപിഎസിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നന്ദി ജയലളിത ഡോക്ടറെ. എന്തായാലും ഇന്നത്തെ ഈ ക്ലാസ് ചെറിയ അക്ഷരങ്ങൾ പറയുന്ന വലിയ കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ഇന്ന് വളരെ നല്ല ഒരു ക്ലാസ് എടുക്കുകയും നമ്മൾക്കൊക്കെ ഒരു ബോധം വരുത്തുകയും ചെയ്ത മീര ജോസഫിന് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും
ഇതിൽ നല്ല ഇതുപോലെയുള്ള താങ്ക് യു നല്ല വെരി മച്ച് ഡോക്ടർ. ക്ലാസ്സുകളുമായിട്ട് ഇതുപോലെയും ഇത് പിന്നെ നമ്മുടെ ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ട വിഷയങ്ങളിലും നല്ല ക്ലാസ്സുകൾ വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എത്രയും വേഗം അടുത്ത വിഷയവുമായിട്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സൂം താങ്ക് യു. വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1790 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.